ഹായ് ഗെയിംസ്. അപ്പോൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടിന്യൂസിനും വീഡിയോ തന്നെയാണ്. നമ്മൾ ഷാക്കിറ അബ്ദുൽ ജബ്ബാർ അവർക്കെതിരെയുള്ള വീഡിയോ നമ്പർ അവർ എന്തൊക്കെയോ പറയുന്നുണ്ടാകുമ്പോൾ റീച്ചിന് വേണ്ടിയിട്ട് ആ പാവം മൈനാസിനെ എന്തൊക്കെയോ പറയുന്നുണ്ടാകുമ്പോൾ റീച്ചിന് വേണ്ടി നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യും, അല്ലാതെ ബാക്കി എല്ലാവരുടെ ജീവിതം വെച്ച് കളിക്കരുതാകുമ്പോൾ. നിങ്ങൾക്ക് റീച്ചാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റില്ല നല്ല വീഡിയോ ചെയ്യും, അപ്പം നിങ്ങൾക്ക് നല്ല റീച്ച് ഉണ്ടാവും. കാരണം മൈനാസിൻ്റെ വീഡിയോ റീച്ച് ആവുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം നിങ്ങളെ അക്കൗണ്ട് കയറി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെന്നറിയോ. മൈനാസ് മാനു റിഫ മാനു ആ കോമ്പിനേഷനിൽ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം റീച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പാവം പയ്യനെ വെറുതെ നിങ്ങൾക്ക് റീച്ചിന് വേണ്ടി നിങ്ങൾ കളിക്കണം. അപ്പം അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല. അപ്പം നിങ്ങളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഈ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വീഡിയോ ചെയ്യുമോ? ഇല്ലല്ലോ. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ഇപ്പം എന്താ വെച്ചാൽ കോടതി വരെ അവനാണ് തെറ്റിക്കാരൻ്റെ ഒരു ഇതും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തൊക്കെ വെള്ള പൂശ, മഞ്ഞ പൂശ, പച്ച പൂശ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് നിങ്ങൾ അവനെ വെറുതെ ഉപദ്രവിക്കുന്നത്? നിങ്ങൾ റീച്ച് വേണം നിങ്ങൾ വേറെ വീഡിയോ ചെയ്യുമ്പോൾ, അല്ലാതെ ഒരു മനുഷ്യൻ ജീവിതം വെച്ച് കളിക്കല്ലാകുമ്പോൾ. അവർ രണ്ടാമത് കല്യാണം കഴിച്ചു എന്ത് പ്രശ്നം? എത്രയോ ആൾക്കാർ ഭാര്യ മരിച്ചിട്ട് 10-ാം ദിവസം 40 ദിവസം കല്യാണം കഴിക്കുന്നത് അതൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവർ 2 വർഷം വെയിറ്റ് ചെയ്തിട്ടാണ് കല്യാണം കഴിച്ചത്. പിന്നെ എന്താ അവർക്ക് ജീവിതകാലം മുഴുവൻ തനിച്ച് ജീവിക്കണോ? അവൻ കല്യാണം കഴിച്ച് നിങ്ങൾക്ക് എന്താ എത്ര വലിയ ബുദ്ധിമുട്ട്? അവൻ കല്യാണം കഴിച്ചു നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ട്? എന്താ അവന്റെ ലൈഫല്ലേ? എന്താ നിങ്ങളത് നോക്കാൻ നിൽക്കണേ? അവന്റെ ലൈഫ് അവനക്ക് സെറ്റിൽ ചെയ്യാൻ അറിയാം. അല്ല ഇപ്പൊ എന്താ നിയമപരമായിട്ട് അവൻ തെറ്റിക്കാരെന്ന് ഒന്നും ഇവിടെ തെളിയിച്ചിട്ടില്ല. അപ്പൊ പിന്നെന്താ? അവർക്ക് ജീവിക്കട്ടെ, അവനക്ക് ഇഷ്ടമുള്ളവൻ ജീവിക്കട്ടെ. അവന് 2 വർഷമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്? ഇനിയിപ്പോ അവന് തനിച്ച് ജീവിക്കണം എന്താ പറഞ്ഞ എന്താ അർത്ഥമില്ല. അപ്പൊ റിഫ മരിച്ചു, സ്വാഭാവികം. അപ്പൊ അടുത്ത കല്യാണം അവന് 2 വർഷം കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചു, അല്ലാതെ പിറ്റേന്ന് പോയി കല്യാണം കഴിച്ചൊന്നുമില്ലല്ലോ. പിറ്റേന്ന് പോയി കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞില്ല എന്തെങ്കിലും അർത്ഥം ഉണ്ടായിരുന്നു. ഇപ്പൊ 2 വർഷമായില്ലേ, അവനും ജീവിക്കട്ടെ, അവനക്കുണ്ട് അവരുടെ ജീവിതമൊക്കെ. നിങ്ങൾ എന്ത് ഇതാ ചെയ്യുന്നത്? റീച്ച് വേണ്ടിയിട്ട് ഒരാളെ നിങ്ങൾ അടിച്ചാക്ഷേപിക്കുന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടാകുമ്പോ എന്തോ ഇതാ ചെയ്യുമ്പോ നിങ്ങൾക്കറിയാം. ഇപ്പോ റിഫ മാനു എന്നൊരു ഹെഡിങ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലോണം റീച്ച് കിട്ടും. അതുകൊണ്ട് ആ പാവം പയ്യനെ എന്താ നിങ്ങൾ ഇങ്ങനെ ഇതാക്കുന്നോ നമുക്ക് അറിയാണ്ട് ചോദിക്കണമ്പോ. നമുക്ക് റീച്ച് കൊണ്ട് നമുക്ക് പലതും ചെയ്യാമ്പോ, പക്ഷെ ഇതേ നമുക്ക് ഒരാളുടെ ജീവിതം വെച്ചിട്ട് ഇങ്ങനെ കളിക്കാൻ പാടില്ലാകുമ്പോ. പാവം ചെക്കൻ ജീവിച്ചു പോയിക്കോട്ടെ. എന്തൊക്കെയോ നിങ്ങൾ പറയണ്ടോ. എന്ത് ലൈഫാണിത്? റീച്ച് കൊണ്ട് ചെയ്തോളി, നമുക്ക് പ്രശ്നമൊന്നുമില്ല. റീച്ച് കൊണ്ട് നമ്മൾ പലതും ചെയ്യും, പക്ഷെ ഒരാളെ ജീവിതം വെച്ചിട്ട് നിങ്ങൾ റീച്ച് കൊണ്ട് ചെയ്യാൻ പാടില്ലല്ലോ. നിങ്ങളൊരു പയ്യനെ വെറുതെ വിടിയുമ്പോ നിങ്ങൾ വേറെ എന്തെങ്കിലും വീഡിയോ ചെയ്യും. ആ പാവം പയ്യൻ ജീവിച്ചു പോയിക്കോട്ടെ. അവനെ വെറുതെ വിടി. നിങ്ങൾ എന്തിനാ വെറുതെ നിങ്ങളുണ്ട് വേറെ ആൾക്കാരൊക്കെ ഉണ്ട് അവനങ്ങനെ കുറ്റപ്പെടുത്തണേ. തെറ്റുകാരനാണ് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. പിന്നെ അവനെങ്ങനെ എന്തിനാ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കണേ? അവനക്ക് ടെൻഷൻ കഴിച്ച് അവനെ ആത്മഹത്യ ചെയ്താൽ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമോ? അവനക്ക് ടെൻഷൻ കഴിഞ്ഞ ആത്മഹത്യ ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും പോകും? നിങ്ങൾക്ക് ഒന്നും പോലല്ലോ, അവനക്കല്ല പോവുക. അവനക്ക് പോയി അവന്റെ വീട്ടുകാർക്ക് പോകും. അല്ല വെറുതെ ഒരാളെങ്ങനെ കുറ്റം പറഞ്ഞ ഒരു പരിധി ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളെ അക്കൗണ്ട് കയറാൻ തന്നെ അറിയാം ഫുള്ളവന്. നിങ്ങൾക്ക് ഒരു വീഡിയോക്ക് നല്ല റീച്ച് കിട്ടി അവന്റെ റിഫ മാനു എന്ന ഹെഡിങ് കൊടുത്തോണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താക്കി ഇനിയിപ്പോ കണ്ടന്റ് റിഫ മാനു. അപ്പൊ റിഫ മാനു എന്ന് കാണുമ്പോ തന്നെ എല്ലാവരും ഒന്ന് ക്ലിക്ക് ചെയ്യും വീഡിയോക്ക്. അതിനുവേണ്ടി പാവം പയ്യനെ നിങ്ങൾ ബലിയാടാക്കുന്നത്? അല്ല അറിയാണ്ട് ചോദിക്കാണ്, എന്തിനാ പാവം പയ്യനെ ബലിയാടാക്കുന്നത്? നിങ്ങൾ റീച്ച് വേണ്ടിയിട്ടാണ് നിങ്ങൾ വല്ല വീഡിയോ, കോമഡി വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലി വ്ളോഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങൾ റീച്ച് ഉണ്ടാക്കി. അല്ലാതെ ആ ഒരു പയ്യനെ വെച്ചിട്ട് നിങ്ങൾ റീച്ച് ഉണ്ടാക്കാറല്ല. അതും നിങ്ങൾ പറഞ്ഞാണ് ആൾക്കാരുടെ അടിയിൽ ഓനങ്ങണ്ട് ആകെ തെറ്റുകാരനാക്കും. നിങ്ങൾ തീരുമാനിച്ചാൽ മതി അവൻ തെറ്റുകാരനാണെന്നുള്ള കാര്യം. നിങ്ങൾ പറഞ്ഞിട്ട് അവനെ ആകെ തെറ്റുകാരനാക്കി അവന് എന്തോ മാർക്കാക്കുക. നിങ്ങൾ ആ പാവം പയ്യനെ എടുത്തിട്ട് നിങ്ങളെ ജീവിതങ്ങളെ നശിപ്പിക്കരുത് അവന്റെ. നിങ്ങൾക്കാണ് ഈ അവസ്ഥ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യും? കാലം അങ്ങനെ നിൽക്കുമോ? നിങ്ങളെ ഫാമിലിയിൽ നിങ്ങളെ കുടുംബത്തിൽ നിങ്ങൾ അയൽവാസികൾ കല്യാണം കഴിക്കല്ലേ? ഭാര്യ മറിച്ച് കഴിഞ്ഞാൽ കാലാകാലം ഇങ്ങനെ നിൽക്കുകയാണോ അവരൊക്കെ ചെയ്യുന്നത്? നിങ്ങളെ കുടുംബത്തിലോ നിങ്ങളെ ഫാമിലിയിലോ നിങ്ങൾ നാട്ടുകാരൊക്കെ ഇതേമാർക്ക് ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കുവോ? ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കുവോ? കല്യാണം കഴിക്കൂലേ? അവനും കല്യാണം കഴിച്ചു അവൻ ജീവിക്കട്ടെ. അവൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പൊ എന്താ പ്രശ്നം? എത്ര അവൻ കല്യാണം കഴിച്ച് അവൻ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. എന്താണ് താത്ത റീച്ചിന് വേണ്ടിട്ട് മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കണോ? റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ മറ്റുള്ള ജീവിതം വെച്ച് കളിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ വേറെ വീഡിയോ ചെയ്യൂ, എന്റർടൈൻമെന്റിലെ വല്ല കോമഡി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലി വ്ളോഗ് അങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യും. അപ്പൊ റീച്ച് ഉണ്ടാവും. അല്ലാതെ ഒരു പാവം പയ്യനെ വെച്ച് നിങ്ങളെ എനിക്ക് മനസ്സിലാവുന്നില്ല അമ്പ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. റീച്ച് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായപ്പം, കാരണം നിങ്ങൾ അക്കൗണ്ട് കയറിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റിഫ മാനു
കമ്പനിയിലെ വീഡിയോക്ക് മാത്രമാണ് നിങ്ങൾക്ക് റീച്ച് ഉള്ളൂ. അപ്പൊ അത് വെച്ച് പാവം പയ്യന്റെ ജീവിതങ്ങൾ കളയാന്നൊക്കെ പറഞ്ഞാൽ അവനക്കും ലൈഫില്ലേ, അവനക്കും ഭാവില്ലേ? അവന്റെ ഇതിന് അവനെ തന്നെ നിങ്ങൾ അവനെന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇനി ഒന്നും പറയാനില്ല കാട്ടില്ല. പാവം പയ്യനെ വെറുതെ വിടി, നിങ്ങൾ വെറുതെ വിടി, അവൻ ജീവിച്ചു പോയിക്കോട്ടെ.